ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന് സമീപം നങ്കൂരമിട്ട് കിടക്കുന്ന അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പൽ USS എബ്രഹാം ലിങ്കണും ഒപ്പമുള്ള അനുബന്ധ എസ്കോർട്ട് കപ്പലുകളും ഇനി എന്തു ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UAEയും സൗദിയും ഒക്കെ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങളുടെ തീരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സമുദ്രാതിർത്തിയിൽ നിന്ന് ഇറാനിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അത് മുതലെടുത്ത് അവിടങ്ങളിൽ നിന്ന് പൊടുന്നനെയുള്ള ആക്രമണം ഇറാനിലേക്ക് നടത്താനാണ് ട്രംപ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ട്രംപിനോട് ഇറാനെതിരായ ആക്രമണത്തിന് നോ പറഞ്ഞിരിക്കുകയാണ് ഖത്തറും സൗദിയും UAEയും ഒമാനും അടങ്ങുന്ന അറബ് ലോകം. അത് ഇറാനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഏതെങ്കിലും ഒരു ആക്രമണം അങ്ങോട്ടുണ്ടായാൽ തിരിച്ച് അറബ് രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ആക്രമണത്തിന് ഇറാൻ മടിക്കില്ല എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള അവരുടെ പിന്തുണയോടുകൂടിയുള്ള ആക്രമണം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് അമേരിക്ക ഏറെക്കുറെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തു ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ വെച്ച് ആ കപ്പലിൻ്റെ കരുത്തുപയോഗിച്ച് അവിടെ നിന്ന് തന്നെ ഫൈറ്റർ ജെറ്റുകൾ പൊങ്ങിപ്പറന്നുകൊണ്ട് ഇറാൻ്റെ വ്യോമാതിർത്തിക്കുള്ളിൽ കടന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് മുന്നിലുള്ള പോംവഴി. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ അപ്പോൾ തന്നെ ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകും. ഒരു പക്ഷേ ഈ കപ്പലുകൾ മുങ്ങിപ്പോകും, അതായത് പടക്കപ്പലടക്കം വെള്ളത്തിനടിയിലേക്ക് പോകുമെന്നുള്ള ഭീതി അമേരിക്കയ്ക്കുണ്ട്. അത്തരമൊരു ഭീതി അമേരിക്കയ്ക്കുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അല്പസമയം മുമ്പ് വന്ന ചില വാർത്തകൾ തന്നെയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന ചില വിവരങ്ങൾ തന്നെയാണ്. ഇറാൻ അമേരിക്കയുടെ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 100 കണക്കിന് ഡ്രോണുകൾ അയക്കാൻ സാധ്യതയുണ്ട് എന്നും ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള നൂതന ആയുധങ്ങൾ ഇപ്പോൾ തന്നെ ഈ കപ്പലുകളിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണെന്നുമുള്ള വിവരങ്ങളാണത്. നോക്കുക, അല്പസമയം മുമ്പ് ദ വീക്കിൽ വന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റ് വാർത്ത നോക്കുക. ഇറാൻ പ്രിപ്പേഴ്സ് ഫോർ വാർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇറാൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. കോസ്റ്റൽ ഡിഫൻസസ് ആൻഡ് ഡ്രോൺ സ്വാംസ് റെഡി ഫോർ US അർമദ. US അർമദ എന്ന വാക്ക് ഉപയോഗിച്ചത്, US പടക്കപ്പലുകൾ പടക്കൂട്ടം വരുന്നു എന്ന വാക്ക് ഉപയോഗിച്ചത് ട്രംപ് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ അതിൻ്റെ വരവ് കാത്ത് ഇറാൻ്റെ കോസ്റ്റൽ ഡിഫൻസും അതുപോലെ തന്നെ ഡ്രോണുകളുടെ കൂട്ടവും തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ടിൽ പറയുന്നത്. അതായത് ഇറാൻ പ്രിപ്പേഴ്സ് ഫോർ വാർ എന്ന് പറഞ്ഞാൽ ഇറാൻ യുദ്ധത്തിന് തയ്യാറായി. തീരദേശ പ്രതിരോധവും ഡ്രോണുകളുടെ കൂട്ടവും ഒക്കെ USൻ്റെ ഈ പടക്കപ്പൽ കൂട്ടത്തെ നേരിടാൻ സജ്ജമായിരിക്കുകയാണ് എന്ന് ഈ വാർത്തയിൽ പറയുന്നു. അതായത് യുദ്ധത്തിന് തയ്യാറായി ഒരുങ്ങി ഇറാൻ സജ്ജമായി കഴിഞ്ഞു എന്ന് സാരം. ഇത് ഗുരുതരമായ പ്രതിസന്ധിയാണ് അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുന്നത്. അമേരിക്ക ഒരു വശത്ത് തുടങ്ങി കുടുങ്ങി എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു, ഇറാനിലേക്കൊട്ട് എത്താനും പറ്റുന്നില്ല. ഇറാനിലേക്ക് ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങളൊട്ട് തുറന്നു കൊടുക്കുന്നുമില്ല. അതായത് അവിടെ നിന്ന് ആക്രമണം നടത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഉള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും പിഴച്ചു നിൽക്കുമ്പോൾ യുദ്ധത്തിനൊരുങ്ങി എല്ലാം സജ്ജമായി ഇറാൻ തയ്യാറായി വരികയാണ്. ഇത് ട്രംപിനെ സംബന്ധിച്ച് അതീവ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. ഇറങ്ങിത്തിരിച്ചവർ, യുദ്ധകാഹളം മുഴക്കിയവർ എന്തു ചെയ്യണമെന്നറിയാതെ അന്തരീക്ഷത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരാരെയാണോ ഇരയാക്കാൻ ശ്രമിച്ചത് അവർ യുദ്ധത്തിനൊരുങ്ങി സർവ്വസന്നാഹങ്ങളുമായി എതിരെ വന്ന് നിൽക്കുകയാണ്. യുദ്ധം ചെയ്യണോ പിന്തിരിഞ്ഞോടണോ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. യുദ്ധം തുടങ്ങാൻ ഒരുങ്ങി ഇറാൻ വരികയാണ്. ഇറാൻ പ്രിപ്പേഴ്സ് ഫോർ വാർ എന്നാണ് ഈ വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇനി അധിക സമയമില്ല അമേരിക്കയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ. ഒന്നുകിൽ USS എബ്രഹാം ലിങ്കണും ഒപ്പമുള്ള ഡിഫൻസ് കപ്പലുകളും ഒക്കെ ഒറ്റയടിക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുക, അല്ല എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ കിടന്ന് വീണ്ടും ഇറാനെ വെല്ലുവിളിക്കുക, വേണമെങ്കിൽ കുറച്ച് ബോംബുകളൊക്കെ ഈ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ കടലിൽ വെറുതെ വിക്ഷേപിച്ചിട്ട് ഞങ്ങൾ ബോംബിട്ടു, ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്നും പറഞ്ഞ് മിണ്ടാതെ പോവുക. അതാണ് ഉള്ള ഒരു സാഹചര്യം. കാരണം ഇറാനെ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജരാണ്, സന്നദ്ധരാണ് എന്ന്
കൃത്യമായി ഇറാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഇനി ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇറാനെ ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഇടപെടലുകളുടെ വിജയമോ ഒന്നും അമേരിക്കയ്ക്ക് ഉണ്ടാകില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ട്രംപ് വിചാരിച്ചത് ഇറാൻ കീഴ്പ്പെടും, കീഴടങ്ങും, ഭയക്കും, വിറയ്ക്കും, ഒത്തുതീർപ്പിന് വരും, ചർച്ചകൾക്ക് വരുമെന്നൊക്കെയാണെങ്കിൽ അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ ശക്തമായ ഭാഷയിൽ അമേരിക്കയോട് കണക്ക് തീർക്കുന്ന വിധത്തിൽ ഇത്തരം ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് നോക്കുക, ഇറാൻ്റെ ഒരു വശത്ത് നൂറുകണക്കിന് ഡ്രോണുകൾ സജ്ജമായിട്ട് ഈ യുദ്ധക്കപ്പലുകൾ ഇറാൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചാൽ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതാ തൊട്ടു പിന്നാലെ ഇറാൻ്റെ മിസൈലുകൾ ഈ കപ്പലുകളെ ലക്ഷ്യം വെച്ചു എന്ന വാർത്തകൾ വരുന്നു. അതിന് പിന്നാലെ ഇറാൻ യുദ്ധത്തിന് പരിപൂർണമായി സജ്ജമായി എന്ന വാർത്തകൾ വരുന്നു. ആയത്തുള്ള അലി ഖാംനെയി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നു. മൂന്നാമത്തെ മകൻ ഭരണ ചുമതല, അതായത് ഖാംനെയിയുടെ ഓഫീസിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നു. അതേസമയം തന്നെ അമേരിക്ക മറ്റെന്തെങ്കിലും ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടോ എന്ന ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിപ്പിച്ച ശേഷം മറ്റേതെങ്കിലും ഭാഗത്തു നിന്ന് B-2 ബോംബറുകൾ അടക്കമുള്ള മറ്റ് ബോംബിംഗ് സാമഗ്രികൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ എന്ന ചർച്ചകളും സജീവമാകുന്നുണ്ട്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭ്യമല്ല. എന്തായാലും ട്രംപിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് കരുതിയത് സൗദിയും ഇറാനും ഒക്കെ തമ്മിൽ വലിയ തർക്കത്തിലാണ്. ഇപ്പോഴും ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലേക്കൊരു ആക്രമണം നടത്താൻ സൗദിയിൽ നിന്നൊക്കെ കഴിയും, ഏതെങ്കിലും തരത്തിൽ അറബ് രാജ്യങ്ങൾ അതിന് പച്ചക്കൊടി വീശുമെന്നൊക്കെ ആയിരുന്നു ട്രംപ് കരുതിയത്. അങ്ങനെയാണ് ഈ പടക്കപ്പലുകളുമൊക്കെ ആയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക്, അറബ് രാജ്യങ്ങളുടെ തീരങ്ങളിലേക്ക് ട്രംപ് വന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വിധത്തിലാണ് അറബ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നിലപാടെടുത്തത്. അറബ് രാജ്യങ്ങളിൽ ഈ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അവിടെയൊക്കെ സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്, യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണ പറക്കലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും തങ്ങൾ ചെയ്യില്ല, അങ്ങനെ ഒരു ആക്രമണം നടത്തിക്കൂടാ എന്ന് കൃത്യമായി പറഞ്ഞതോടെ ആക്രമിക്കാനുള്ള അവസാന സാധ്യതയും അറബ് തീരങ്ങളിൽ അമേരിക്കയ്ക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു സവിശേഷമായ കാര്യമെന്ന് പറയുന്നത് ഇസ്രായേൽ ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. ഇസ്രായേലാണ് ഇറാന് നേരെ ആക്രമണത്തിനൊക്കെയുള്ള കോപ്പ് കൂട്ടിയത്, വലിയ ആഹ്വാനങ്ങൾ നടത്തിയത്. പക്ഷേ ഇറാൻ തിരിച്ച് വെല്ലുവിളിക്കാൻ തുടങ്ങിയതോടെ ഇസ്രായേൽ പ്രകോപനം അവസാനിപ്പിച്ച് നിശബ്ദതയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അമേരിക്കൻ സേനാ താവളങ്ങളിലേക്ക് ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഒരു വലിയ ആശയക്കുഴപ്പത്തിൽ അമേരിക്ക നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം അമേരിക്കയ്ക്ക് ഉണ്ടാകുമ്പോൾ തന്നെ യുദ്ധസന്നാഹങ്ങൾ സജ്ജമാക്കി യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇറാൻ എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന സാഹചര്യം വീണ്ടും പശ്ചിമേഷ്യയിൽ സംജാതമായിരിക്കുന്നു. അമേരിക്ക ആ കപ്പലുകൾ തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ വെച്ച് ആക്രമിക്കാൻ ഇറാൻ സജ്ജമാകുമോ എന്ന വലിയ ചോദ്യവും ഉയരുകയാണ്.